എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുക്കൽ ഇപ്രകാരം വീഡിയോവുമായിട്ട് വരുവാൻ ദൈവം ബലപ്പെടുത്തിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ധാരാളമായി നിങ്ങളെ, കുടുംബങ്ങളെ, പ്രവർത്തനങ്ങളെ, തലമുറകളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന സന്ദേശത്തിൻ്റെ തലക്കെട്ട് ദൈവം നൽകുന്ന വസ്ത്രങ്ങൾ. ഈ തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അല്പസമയം നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ ഈ സന്ദേശം കേൾക്കുമല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി തീരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, അതിൽ നമ്മൾ തകർന്നു പോകുന്ന ഒരു അനുഭവമല്ല. ദൈവമുള്ളവരായി ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവവചനപ്രകാരം ജീവിക്കുവാൻ ഇടയായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഉത്തരവാദിത്വം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ ദൈവം അതിൻ്റെ സമയത്ത് മാറ്റുകയും ആശ്വാസം നൽകുവാനും ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് വേഗത്തിൽ അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദൈവം നൽകുന്നതായ വസ്ത്രങ്ങൾ. വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് സംരക്ഷണത്തിന് വേണ്ടിയാണ്. കാറ്റ്, പൊടി, അതുപോലെ അഴുക്കുകളൊക്കെ വരാതെ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുവാൻ വേണ്ടി, ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരുക്കുന്നതാണ് നമ്മുടെ വസ്ത്രധാരണം എന്നുള്ളത്. നമുക്കറിയാം, നല്ല ചൂടുള്ള അനുഭവമുണ്ട്, നല്ല തണവ് ഉള്ള സമയമുണ്ട്, അതുപോലെ മഴയുടെ കാലഘട്ടങ്ങളുണ്ട്. അതിനൊക്കെ വലിയ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒന്നാണ് വസ്ത്രം എന്ന് പറയും. അതുപോലെ നമ്മുടെ നഗ്നത മറയ്ക്കുവാനായിട്ട് കഴിയുന്നതായ ഒന്നാണ്. പണ്ട് നഗ്നത മറയ്ക്കുവാൻ വേണ്ടി സമരം ചെയ്ത ഒരു കാലഘട്ടം നമ്മുടെ മലയാളക്കരയിലുണ്ടായിരുന്നു. അതിനുവേണ്ടി മറയ്ക്കുവാൻ വേണ്ടി ചാന്നാർ ലഹള എന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ ഒരു ലഹളയൊക്കെ നടത്തിയതും, അതിനു മുൻപ് മിഷണറിമാർ അതിനുവേണ്ടി അഹോരാത്രം നാടുനീളെ ബോധവൽക്കരണം ചെയ്തതൊക്കെ നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നഗ്നത മറയ്ക്കുവാൻ വേണ്ടി, അതുപോലെ തന്നെ അലങ്കാരം ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒന്ന് അലങ്കരിക്കുവാൻ കഴിയുന്ന ഒന്നാണ് വസ്ത്രധാരണം. അതുപോലെ നമ്മുടെ പദവികളെ, പ്രത്യേകമായ പദവികൾ ലഭിച്ചവർക്കൊക്കെ പ്രത്യേകമായ വസ്ത്രധാരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗവൺമെന്റ് തലങ്ങളിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ വെല്ലോണം വസ്ത്രം ധരിച്ച് വരാൻ പറ്റില്ല. ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ വസ്ത്രം ധരിച്ച് വരണം എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞു വന്നതായ കാര്യമെന്ന് പറയുന്നത്, വസ്ത്രധാരണം ഒരു വ്യക്തിയെ, അവരുടെ വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ ഒരു പരിധിവരെ സഹായിക്കാനായിട്ട് ഇടയാക്കി. നമ്മുടെ സന്ദേശത്തിന്റെ തലക്കെട്ട് ദൈവം നൽകുന്ന വസ്ത്രങ്ങൾ എന്നുള്ളതാണ്. അതിലെ ഒന്നാമത്തെ വസ്ത്രം എന്ന് പറയുന്നത് ദൈവം നൽകിയ ഒരു വസ്ത്രം. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ ഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദാമിനെ ദൈവം സൃഷ്ടിക്കുവാനിടയായി തീർന്ന ആ സാഹചര്യത്തിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരുവാനിടയായി. മനുഷ്യന്റെ ഏറ്റവും പുറമെയുള്ള വസ്ത്രം എന്ന നിലയിൽ അത് വസ്ത്രമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നില്ല, എണ്ണുന്നില്ല. എന്നാൽ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതൊരു പരിധിവരെ വസ്ത്രം പോലെ നമുക്ക് കാണാം. പക്ഷേ ഞാനത് അങ്ങനെ അതിൽ എണ്ണുവാനായിട്ട് ഇടയാകുന്നില്ല. ആ വസ്ത്രം ഉള്ളപ്പോൾ തന്നെ, ത്വക്ക് ഉണ്ടാകുമ്പോൾ തന്നെ, അന്നത്തെ ആ ആദാമിന്റെ ജീവിതത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു തേജസ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. ഇന്ന് കാണുന്ന ഈ ശരീരമല്ലായിരുന്നു, ഈ ശരീരത്തിന്റെ പുറമെ ഒരു തേജസ് ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് നമുക്ക് പിന്നീട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം പറുദീസായിൽ അവർക്ക് ഒറ്റ കൽപ്പനയാണ് അവർക്ക് നൽകുവാനിടയായി തീർന്നത്. ആ ഒറ്റ കൽപ്പന ലംഘിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ മരിക്കും. എന്നാൽ അല്പനാളുകൾക്ക് ശേഷം ആദഹവമാരെ പാപിന്റെ രൂപത്തിൽ പിശാച് വന്ന് വഞ്ചിച്ചു. അവരെ കൊണ്ട് പാപം ചെയ്യിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിശാച് പറഞ്ഞ കാര്യം, നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞപ്പോൾ അവർ അത് വിശ്വസിച്ച് ദൈവത്തെ അവിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു, പാപം ചെയ്യുവാനായിട്ടിടയായി. ഉടനെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമുണ്ട്, അവർ നഗ്നരാണെന്ന് അവർ അറിയുവാനായിട്ടിടയായിത്തു. നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് വായിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, പിശാച് പറഞ്ഞതായ കാര്യമാണല്ലോ നടന്നത് എന്ന് ചിന്തിക്കുവാനിടയായിത്തീരും. എന്നാൽ നമുക്കൊന്നും കൂടെ അവിടെ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം പറഞ്ഞതായ കാര്യമാണ് അവിടെ നടക്കുവാനിടയായിത്തീരുന്നത്. നിങ്ങൾ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നാണ് പറയുവാനിടയായിത്തീരുന്നത്. അവിടെ സംഭവിച്ചത്, ആത്മാവിൽ മരണം സംഭവിച്ച് അവരിൽ ഉണ്ടായിരുന്ന ദൈവ തേജസ് അവരിൽ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു.
അങ്ങനെയാണ് മനുഷ്യൻ പാപിയായി തീരുവാനായിട്ട് ഇടയായിത്തീരും. പാപിയായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ആത്മാവിൽ മരണം സംഭവിച്ച് പ്രിയപ്പെട്ടവരുടെ എല്ലാം മാനവജാതി മുഴുവൻ പാപികളായി തീരുന്നതിന്റെ കാരണം ദൈവിക തേജസ്, ദൈവിക ചൈതന്യം അവരിൽ നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നപ്പോൾ ആദാമും മാനവകുലവും പാപികളായി തീരുവാനായിട്ട് ഇടയായി. അങ്ങനെ മരണം ഈ ഭൂമിയിൽ പരക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ആ വിഷയത്തിലേക്കല്ല ഞാൻ പോകുന്നത്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു തേജസ് ഉണ്ടായിരുന്നു. പഴം തിന്നുന്ന നാളിൽ അവർ ആത്മാവിൽ മരണം സംഭവിച്ചപ്പോൾ ദൈവ തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തു. അപ്പോൾ ഒന്നാമത്തെ വസ്ത്രം എന്ന് പറയുന്നത് സൃഷ്ടിപ്പിൽ അവരുടെ മേലുണ്ടായിരുന്ന ദൈവ തേജസ് എന്നുള്ളതാണ്. എന്നാൽ പാപം ചെയ്തപ്പോൾ ആത്മാവിൽ മരണം സംഭവിച്ചപ്പോൾ ദൈവ തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തു. ഇത് നമുക്ക് പിന്നീട് ഈ തേജസ് പ്രാപിക്കേണ്ടതിനെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പൊ ആത്മാവിൽ മരണം സംഭവിച്ചതിനെ നോക്കിയാണ് യേശുക്രിസ്തു പറയാനിടയായി തീർന്നു, ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ പുതുതായി ജനിക്കുവാനായിട്ട് ഇടയാകണം. ആത്മാവിൽ മരണം സംഭവിച്ചുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവ് വീണ്ടും ജനിപ്പാനായിട്ട് ഇടയാകണം. ബോൺ അഗൈൻ പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരണം. അത് സുവിശേഷം വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ആത്മാവാകുന്ന ദൈവം നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുവാനിടയായി തീരും. പാപമോചനം പ്രാപിച്ച് പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് യേശുവേ നീ എന്റെ ദൈവമാണ്, എന്റെ രക്ഷകനാണ്, കർത്താവാണ്, എന്റെ ഹൃദയത്തിൽ വാഴണമേ എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്ന ദൈവം നമ്മുടെ ഉള്ളത്തിൽ വസിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവ് ജീവിപ്പിക്കുവാനിടയായിത്തീരും. അന്ന് ആത്മരക്ഷ പ്രാപിക്കും, വീണ്ടും ജനിപ്പാനിടയായിത്തീരും. അന്ന് നിത്യജീവനെ പ്രാപിപ്പാനിടയാകും. അന്ന് നാം ദൈവത്തിന്റെ മക്കളായി തീരുവാനായിട്ട് ഇടയാകും. മുന്നേയുള്ള വീഡിയോകളിലൊക്കെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് അങ്ങനെയുള്ള ഒരു തലത്തിലേക്കാണ് നമുക്ക് മുന്നോട്ട് പോകാനിടയാകുന്നത്. അപ്പോൾ ആത്മാവ് രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. പറുദീസയിൽ ആത്മാവിൽ മരണം സംഭവിച്ചത് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ആത്മാവിന് ജീവനെ പ്രാപിപ്പാനിടയായിത്തീരും. ഇനി ഈ ശരീരം വീണ്ടെടുക്കപ്പെടുവാനിടയാകും. അത് ഞാൻ പിന്നീട് ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നമുക്കതിനെ കുറിച്ച് പറയുവാൻ, ഒരു വസ്ത്രത്തെ കുറിച്ച് പറയുവാൻ ഇടയായിത്തീരും. ഒന്നാമത്തെ വസ്ത്രം ആദാമിന് നൽകിയ തേജസ്സിന്റെ വസ്ത്രമായിരുന്നു. ആ തേജസ് നഷ്ടപ്പെടുവാനിടയായിത്തീരും. അതിന് ആദ്യപടി നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ ആത്മാവ് വീണ്ടും ജനിപ്പാൻ, ബോൺ അഗൈൻ ആയി തീരുവാൻ ഇടയായിത്തീരണം. പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞു യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ ഇടയായി തീർന്നാൽ ആത്മാവ് രക്ഷിക്കപ്പെടും. ആത്മാവ് രക്ഷിക്കപ്പെട്ടവർ കർത്താവിന്റെ നാളിൽ ഈ തേജസ് പ്രാപിക്കുവാനായിട്ട് ഇടയാകും. രണ്ടാമത്തെ വസ്ത്രം എന്ന് പറയുന്നത് ഹവ്വമാരെ നഗ്നരായി തീർന്നു. പഴം തിന്ന നാളിൽ അവരെ നഗ്നരായിരുന്നു. നഗ്നരായി കണ്ടപ്പോൾ അവർ ചെയ്ത ഒരു കാര്യമുണ്ടായിരുന്നു. അത്തിയില കൂട്ടിത്തുന്നി അവർ നഗ്നത മറയ്ക്കുവാനിടയായി. എന്നാൽ വെയിലുറച്ചപ്പോൾ ഈ അത്തിയില ഉണങ്ങിപ്പോകുവാനിടയായി തീർന്നു. ദൈവം അവരെ സന്ദർശിക്കുവാനിടയായി തീർന്നപ്പോൾ അവർ മരത്തിന്റെ അപ്പുറത്ത് ഓടി ഒളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഓടി ഒളിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞിരുന്ന കഴിക്കരുതാത്ത പഴം നിങ്ങൾ കഴിച്ചു പോകും. അവിടെ പഴിചാരുന്നതായ വിശദീകരണങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ വിഷയത്തിന്റെ ബന്ധത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന രണ്ടാമത്തെ വസ്ത്രമുണ്ട്. ദൈവം തോലുകൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതാണ് രണ്ടാമത്തെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ രണ്ടാമത്തെ വസ്ത്രം എന്ന് പറയുന്നത് ആദാമിനെ ദൈവം തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി എന്നുള്ളതാണ്. മൂന്നാമത്തെ വസ്ത്രം എന്ന് പറയുന്നത് അതൊരു ആത്മീകമായിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് കഴിയും. ഒരു ഉപമയിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതായ കാര്യമാണ്. ധൂർത്തപുത്രനായ ആ പ്രിയപ്പെട്ടവൻ സകലതും വിറ്റ് നശിപ്പിച്ച് അവസാനം അവന് സുബോധം വന്ന് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ തന്റെ മകനെ കണ്ട പിതാവ് ഓടിച്ചെന്ന് അവനെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുവാൻ ഇടയായി തീർന്ന് തന്റെ വേലക്കാരോട് ഇപ്രകാരം പറഞ്ഞു, മേൽത്തരമായ മേലങ്കി അവനെ ധരിപ്പിപ്പീൻ, കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടിയിപ്പീൻ. ഇവൻ മരിച്ചവനായിരുന്നു, അവനെ തിരികെ ലഭിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ ഭവനത്തിലായിരുന്നു, അവന്റെ അപ്പന്റെ അരികിലായിരുന്നു. എന്നാൽ അവൻ അതൊക്കെ ഉപേക്ഷിച്ച് അവരിൽ നിന്നും ഭവനത്തിൽ നിന്നും പിതാവിൽ നിന്നും അകന്നു പോകുവാനിടയായി തീർന്നു. മാനവജാതിയോടുള്ള ബന്ധത്തിൽ അതിനെക്കുറിച്ച് കർത്താവ് പറയുവാനിടയായി തീർന്നു. അവർ തിരികെ പിതാവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവനെ തന്റെ മകനാക്കി സ്വീകരിക്കുന്നതായ ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ അവനെ കൈക്കൊള്ളുന്ന രീതി, സ്വന്തം മകനെ കൈക്കൊള്ളുന്ന രീതിയെ കുറിച്ച് അവിടെ വിശദീകരിക്കുന്നത്. തന്റെ പ്രവൃത്തി നിമിത്തം മകനാണെന്ന് പറയാൻ പോലും കഴിയാത്ത നിലയിലായിരുന്ന സ്ഥാനത്ത് അവനെ സ്വന്തം മകനാക്കി സ്വീകരിക്കുന്നതായ പിതാവിന്റെ സ്നേഹത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന, അവനെ ധരിപ്പിച്ചതായ ഒരു വസ്ത്രം, മേലങ്കിയെ അവനെ ധരിപ്പിക്കുവാനിടയായി തീർന്നു.
വിലയേറിയ മേലങ്കിയാണ്, മേത്തരമായ മേലങ്കിയാണ്. എന്താണത്? പുത്രത്വമാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ മകനും മകളുമാക്കി തീർക്കുവാൻ, നമ്മളുടെ എല്ലാ പിതാവായി, സ്വർഗീയ പിതാവായി നമ്മെ സ്വീകരിപ്പാനായിട്ട് കൈക്കൊള്ളുന്നതായ, അംഗീകരിക്കുന്നതായ അനുഭവമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം അത് ഒരു ഉപമയിലൂടെ കൊണ്ടുവന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ആ മേത്തരമായ അങ്കി എന്ന് പറയുന്നത് അവനെ നൽകിയത്, അവൻ ഉടുപ്പിച്ചത് എന്തിനാണ്? തന്റെ സ്വന്തം മകനാണ് ഈ പ്രിയപ്പെട്ടവനെന്ന് അങ്ങനെ അംഗീകരിക്കുന്ന, സ്വീകരിക്കുന്ന, കൈക്കൊള്ളുന്ന ഒരു അനുഭവത്തെ അവിടെ കാണുവാനായിട്ട് കഴിയും. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിന്റെ മക്കളാണ്. ദൈവം നമുക്ക് പിതാവായി മാറുവാനായിട്ട് ഇടയായി. ഇത് മേത്തരമായ ഒരു അങ്കിയെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്ന ആ ഉന്നതമായ, ശ്രേഷ്ഠമായ, ഏറ്റവും മേൽത്തരമായ ഒരു പദവിയാണ് ദൈവത്തിന്റെ മക്കൾ എന്നുള്ളത്. അതിലേക്കാണ് ദൈവം നമ്മെ നടത്തുവാനായിട്ട് ഇടയായിട്ടുള്ളത്. അപ്പൊ മൂന്നാമത്തെ വസ്ത്രം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലാണ് ഇന്ന് കാണുവാനായിട്ട് കഴിയും. നഷ്ടപ്പെട്ടതായ, മരിച്ചതായ ആ പ്രിയപ്പെട്ടവനെ സ്വന്തം മകനായി സ്വീകരിക്കുന്നതായ അനുഭവത്തെ. നാലാമത്തേത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അത് സ്നാനത്തെ കുറിച്ചിട്ടാണ്. ആ സ്നാനത്തിൽ യേശു ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നു. സ്നാനത്തിലൂടെ, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-ാമത്തെ വാക്യം, സ്നാനത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്ന? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ താൻ ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന കാലത്ത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ വളരെയധികം ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ യേശുക്രിസ്തു അവനെ വെളിച്ചത്തിൽ പ്രത്യക്ഷനാകുവാനിടയായി തീർന്നു. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിക്കുവാനിടയായി തീർന്നു. അവിടെ യേശുക്രിസ്തുവിനെ നേരിട്ട് ഉപദ്രവിക്കുന്നില്ല. പല വ്യക്തികളെയും ഇവർ പല സമയങ്ങളിൽ ഒക്കെ വളരെ ശക്തമായി ഉപദ്രവിക്കുകയാണ്. അപ്പൊ അവിടെ പറയുക, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നാണ് ചോദിക്കേണ്ടതായത്. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം വസിക്കുന്നു. സ്നാനത്തിലൂടെ നമുക്ക് യേശുവിനെ നാം ധരിക്കുവാനായിട്ടിടയായിത്തു. ഈ ഒരു തിരിച്ചറിവ് നമുക്കുള്ളവരായി, വലിയ ധൈര്യമുള്ളവരായി, അപ്രകാരമുള്ളവരായി തീരുവാൻ വലിയവരായ ദൈവം നമ്മെ സഹായിപ്പാനിടയാകട്ടെ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്. യേശുക്രിസ്തു കൽപ്പിച്ചിരിക്കുന്ന ആ കൽപ്പനയാണ്. അവസാനത്തെ ആ കൽപ്പനയ, ദൈവത്തിന്റെ ആലോചനയാണ് സ്നാനം എന്ന് പറയുന്നത്. യേശുക്രിസ്തു സ്നാനപ്പെടുവാൻ വരുമ്പോൾ സ്നാപയോഹന്നാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ ആ ചോദ്യത്തിന് മറുപടി പറയുന്നത് യേശു കർത്താവ് ഇങ്ങനെയാണ്: നീ ഇപ്പോൾ സമ്മതിക്കുക, ദൈവത്തിന്റെ സകല നീതിയും നിവൃത്തിയാകുവാനായിട്ടിടയാകും. അപ്പൊ ദൈവത്തിന്റെ ആലോചനയാണ് സ്നാനം എന്ന് പറയുന്നത്. കർത്താവിന്റെ കൽപ്പനയാണ് സ്നാനം എന്ന് പറയുന്നത്. കർത്താവിനെ വിശ്വസിക്കുന്നവർ, സുവിശേഷത്തെ അനുസരിക്കുന്നവർ ചെയ്യേണ്ടതായ ശുശ്രൂഷയാണ് സ്നാനം എന്ന് പറയുന്നത്. മാനസാന്തരപ്പെട്ടവർ ചെയ്യേണ്ടതായ ശുശ്രൂഷയാണ് സ്നാനം എന്ന് പറയുന്നത്. പാപസംബന്ധമായി മരിച്ചവർ ആണ് സ്നാനപ്പെടുവാനായിട്ട് ഇടയാകേണ്ടത്. കർത്താവ് തന്ന കാണിച്ചിരിക്കുന്ന കൽപ്പനയാണ്, മാതൃകയാണ്, അപ്പസ്തോലന്മാരുടെ പഠിപ്പിക്കലുകളാണ്, ആദിമസഭ അനുഷ്ഠിച്ചതാണ്. കർത്താവിന്റെ മാതൃക എങ്ങനെ? വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയുള്ള സ്നാനമാണ്. റോമാലേഖനം 6-ാം അധ്യായം പറയുന്നത്, യേശുക്രിസ്തു മരിച്ചു, കല്ലറയിൽ അടക്കി, ഉയർത്തെഴുന്നേറ്റു. ഇതിനെ ജലത്തിൽ സാദൃശീകരിക്കുന്ന നാം, പാപസംബന്ധമായി നാമും മരിച്ചു. യേശുവിനെ കല്ലറയിൽ അടക്കിയതുപോലെ നമ്മെ ഓരോരുത്തരെയും എന്ത് ചെയ്തിരിക്കുക? വെള്ളത്തിൽ അടക്കുവാനിടയായി തീർന്നു. വെള്ളത്തിൽ മുങ്ങണം. കല്ലറയിൽ അടക്കുന്നത് പോലെ വെള്ളത്തിൽ അടക്കുവാനായിട്ടിടയാകും. യേശു കല്ലറയിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും വെള്ളത്തിൽ നിന്ന് ജീവന്റെ പുതുക്കത്തിൽ നാം എഴുന്നേൽക്കുകയാണ്. ഒരു പുതിയ ജീവിതത്തിന് പാപസംബന്ധിച്ച് മരിച്ചു, നമ്മെ വെള്ളത്തിൽ അടക്കി, പിന്നെ എന്ത് ചെയ്തിരിക്കുക? ജീവന്റെ പുതുക്കത്തിൽ നാം നടക്കേണ്ടതിന് തന്നെ പുതിയൊരു സൃഷ്ടിയാണ്. പഴയ മനുഷ്യനെ വെള്ളത്തിൽ അടക്കി. ഇങ്ങനെ ജലത്തിൽ സാക്ഷീകരിച്ചവരാണ് കർത്താവിന്റെ നാളിൽ മരിച്ചവരായിരിക്കുന്നുവെങ്കിൽ, ജീവനോടെ ആയിരിക്കുന്നവരെങ്കിൽ അവർ ഇങ്ങനെ സ്നാനപ്പെട്ടവർ മാത്രമേ കർത്താവിന്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയാകുകയുള്ളൂ. അല്ല എങ്കിൽ ഏറ്റവും അവസാന നാളുകളിൽ ദുഷ്ടന്മാർ, സുവിശേഷത്തെ അനുസരിക്കാത്തവർ, അവരുടെ നിരയിലാണ് ഉയർത്തെഴുന്നേൽക്കുവാനിടയാകുക. അത് അവരെ നിത്യമായ ശിക്ഷാവിധിയിലേക്ക്, നരകത്തിലേക്ക് തള്ളിയിടുവാനിടയാകും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ സ്നാനം ദൈവത്തിന്റെ ആലോചനയാണ്, കർത്താവിന്റെ കൽപ്പനയാണ്, ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്, ആദിമസഭ ചെയ്തതാണ്, വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ്. ഇത് ജലത്തിൽ സാക്ഷീകരിക്കണം. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനെ നമ്മെ വെള്ളത്തിൽ അടക്കി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നാം കല്ലറയിൽ നിന്നല്ല, വെള്ളത്തിൽ അടക്കിയ നാം ഉയർത്തെഴുന്നേൽക്കണം. വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ് ദൈവം നമുക്ക് കൽപ്പിച്ചിട്ടുള്ളത്. ഇന്ന് പല നിലകളിലൊക്കെ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ റോമാലേഖനം പഠിക്കാത്തത് കൊണ്ട് 6-ാം അധ്യായം പഠിച്ചാൽ ഓടിച്ചെന്ന് നാം വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനത്തിന് വേണ്ടി വരി നിൽക്കുവാനായിട്ടിടയാണ്. അങ്ങനെ വെള്ളത്തിൽ മുങ്ങി എഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവർ കർത്താവിന്റെ വരവിൽ മരിച്ചവരായാലും ജീവനോടിരിക്കുന്നതാണെങ്കിലും കർത്താവിനെതിരേൽക്കുവാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുവാനിടയാണ്. റോമാലേഖനം 6-ാം അധ്യായം നിങ്ങൾ വായിക്കുവാനായിട്ടിടയാണ്. അപ്പൊ ഇവിടെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക, വെള്ളത്തിൽ മുങ്ങിയുള്ള ഒരു സ്നാനത്തെ കുറിച്ച്. അപ്പോൾ നാം ധരിക്കുന്ന, ക്രിസ്തുവിനെ ധരിക്കുന്നത് സ്നാനത്തിലൂടെയാണ്.
നമ്മുടെ മുഴുവനും വെള്ളത്തിൽ മുങ്ങുവാനിടയായിത്തീരുന്നത് പോലെ ഈ ത്വക്ക് നമ്മുടെ മുഴുവനും ഏറ്റവും വലിയ അവയവം ത്വക്കാണെന്ന് പറയുന്നത്. ഇതുപോലെ യേശുവിനെ നാം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ആ വെള്ളത്തിലൂടെ യേശുവിനെ നാം ധരിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്നാനം ക്രിസ്തുവിനെ ധരിക്കുന്നതാണ്. തല മാത്രം എന്തായിത്തീരരുത്, ധരിക്കുവാനിടയാകും. അത് ഹെൽമറ്റ് ആകുള്ളൂ. യേശു ക്രിസ്തുവിനെ ധരിക്കണമെങ്കിൽ മുഴുവനുമായി വെള്ളത്തിൽ മുങ്ങുവാനായിട്ട് ഇടയാകും. ഇതിനോട് ചേർന്ന് ചിന്തിക്കുന്ന മറ്റൊരു വസ്ത്രത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിനോട് ചേർന്ന് വരാവുന്ന ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 9 മുതലുള്ള വാക്യമുണ്ട്. ഒരു കല്യാണശാലയെ കുറിച്ച് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. ആ സമയത്ത് അവൻ ഒരുവൻ മാത്രം കല്യാണ വസ്ത്രമില്ലാതെ അവിടെ നിൽക്കുന്നത് കണ്ട് അവന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ വന്നു? അവനെ വാക്ക് പറയാനൊന്നും കഴിഞ്ഞില്ല. അവന് വാക്ക് മുട്ടിപ്പോയി എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ കല്യാണശാലയിൽ എത്തിപ്പോകാനിടയായിട്ടു. അവനൊരു കുറവുണ്ടായിരുന്നു. എന്താ കുറവ്? കല്യാണ വസ്ത്രം ഉണ്ടായിരുന്നില്ല. ഒരു വസ്ത്രം അവനുണ്ടായിരുന്നില്ല, കല്യാണ വസ്ത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവനെ ശിക്ഷിച്ച ശിക്ഷ എങ്ങനെയാണെന്ന് അറിയാം. കയ്യും കാലും കെട്ടി അവനെ പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുക. അവിടെ പല്ലുകടിയും കരച്ചിലും ഉണ്ടാകും. അത് നരകമാണ്. ആ നരകത്തിൽ എങ്ങനെയാ കൊണ്ടുപോയിട്ടത്? കയ്യും കാലും കെട്ടിയിട്ട. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ കല്യാണ വസ്ത്രം എന്താണ് എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പറയാൻ കഴിയണം. ആ വസ്ത്രം ധരിക്കാത്തത് കൊണ്ട് മറ്റുള്ളവരൊക്കെ തള്ളിയിടുമ്പോൾ അവന്റെ കയ്യും കാലും കെട്ടിയാണ് പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിയിടുന്നത്. വളരെ ശ്രദ്ധിപ്പാനായിട്ടിടയാകും. നമ്മെ രക്ഷിപ്പാനായി ദൈവം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വളരെ ലളിതമാണ്. ഒരു ബാലികേറ മല പോലെ അസാധ്യമായ വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല. വളരെ സിമ്പിളായിരിക്കുന്ന കാര്യമാണ്. നയമാനോട് പ്രവാചകൻ പറഞ്ഞു, നീ 7 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ചെറിയ കാര്യം അവനെ ചെയ്യാനായിട്ട് അവന് വിശ്വാസമൊന്നുമില്ല. അപ്പോൾ തന്റെ പടയാളി കൂടെയുള്ള ആൾ പറഞ്ഞു, ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞുവെങ്കിൽ അത് ചെയ്യുമായിരുന്നുള്ളൂ. ഇത്രയും നിസ്സാരമായ ഒരു കാര്യം നിന്നോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ നീ എന്താ ചെയ്യാത്തത്? ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വളരെ സിമ്പിളായിരിക്കുന്ന, വളരെ ലളിതമായിരിക്കുന്ന ഒരു കാര്യമാണ് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുക എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അവൻ ഈ കല്യാണ വസ്ത്രം എന്താണ്? അവൻ കല്യാണശാലയിലെത്തി. അവനെ മാത്രമേ അങ്ങനെ അപ്രകാരം ചെയ്തുള്ളൂ. എന്താണ്? ഒരു വസ്ത്രം ഉണ്ടായിരുന്നില്ല. നാം പറഞ്ഞു വന്ന വസ്ത്രത്തെ കുറിച്ച്, ഇത് കല്യാണ വസ്ത്രമാണ്. ഉണ്ടാകാത്തതുകൊണ്ട് അവനെ, അല്ലെ, ഞാൻ പറയും, നിങ്ങൾ എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു വന്ന കാര്യം സ്നാനത്തിലൂടെ, ഗലാത്യലേഖനം 3-ാം അധ്യായം 27-ാം വാക്യം പറയുന്നത് സ്നാനം എന്താണ്? ക്രിസ്തുവിനെ ധരിക്കുന്നതായ ഒന്നാണ് സ്നാനം എന്ന് പറയും. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചു. ഒന്നാമത്തെ കാര്യം, സമയം ഒത്തിരി മുന്നോട്ട് പോയിട്ടുണ്ട്, ഞാൻ വേഗത്തിൽ നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്നാമത്തേത് ആദം-ഹവ്വയ്ക്ക് കൊടുത്ത തേജസ്സാകുന്ന വസ്ത്രമാണ്. എന്നാൽ അത് നഷ്ടപ്പെടുവാനിടയായി. രണ്ടാമത്തെ വസ്ത്രം തോലുകൊണ്ട് അവർക്കൊരു ഉടുപ്പുണ്ടാക്കി. മൂന്നാമത്തേത് ധരിക്കുന്നതായ മൂന്നാമത്തേത് ആത്മീകമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവ മക്കളാക്കി തീർക്കുന്ന മേലങ്കി, മേൽത്തരമായ മേലങ്കി. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ ദൈവ മക്കളാകാൻ അധികാരം നൽകുകയാണ്. ആരാണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ ഹൃദയത്തിൽ വരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതാണ് വിശ്വാസം. അവൻ ദൈവമാണ്, പാപമോചനം നൽകുന്നവനാണ്, എന്റെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ്. അപ്പോൾ ദൈവ മക്കളാകാൻ അധികാരം നൽകും. അതാണ് മേത്തരമായ അങ്കി നൽകി നമ്മെ ദൈവം എന്ത് ചെയ്യുക? സ്വീകരിക്കുക, അംഗീകരിക്കുക, കൈക്കൊള്ളുക. നാലാമത്തേതാണ് സ്നാനം ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരു അനുഭവമാണ്. അതിനോട് ചേർന്ന് ചിന്തിച്ചതായ ഭാഗമാണ് കല്യാണ വസ്ത്രം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇനി അവസാനത്തെ പോയിന്റിലേക്ക് വരിക. ഇനി നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, ആത്മാവിനെ വീണ്ടെടുപ്പ്, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടക്കുവാനിടയായി. ആത്മാവ് വീണ്ടും ജനിപ്പാൻ ഇടയായിത്തോളും. ആത്മാവിന്റെ രക്ഷ പ്രാപിപ്പാൻ ഇടയായിത്തോളും. ഇനി നമുക്ക് പ്രതിദിശയിൽ നഷ്ടപ്പെട്ട ഒരു തേജസ്സുണ്ട്. ഈ ശരീരം വീണ്ടെടുക്കപ്പെടുവാനിടയാകും. ആത്മാവ് വീണ്ടെടുക്കപ്പെടുവാനിടയാകുന്നത് പോലെ ഇനി യേശു ക്രിസ്തു ഇനി മേഘങ്ങളിൽ, ആകാശ മേഘങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരിച്ചവരും ജീവനോടിരിക്കുന്നവരുമായ നാം ഒരുമിച്ച് മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാനിടയായിത്തീരും. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ജീവനോടിരിക്കുന്നവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കുവാൻ ആകാശ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുവാനിടയായിത്തീരും. ഇത് നൊടിനേരം കൊണ്ടാണ്. നൊടിനേരം കണ്ണിമയ്ക്കുന്നതിനിടയിൽ കർത്താവിന്റെ അരികിൽ ചെറു കർത്താവിനെ കാണുന്ന നിമിഷം നാം അവനെ പോലെ ആയി തീരുവാനിടയാകും. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ ശരീരം പോലെ സ്വർഗീയന്റെ പ്രതിമയും നാം ധരിക്കുവാനായിട്ടിടയാകും. അന്ന് ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുവാനായിട്ടിടയായിത്തീരും. അന്ന് കർത്താവിനെ പോലെ ആ തേജസ് നമ്മൾ പ്രാപിക്കുവാനിടയായിത്തീരും.
ദൈവത്തിനായിരിക്കുന്ന യേശു ക്രിസ്തു എപ്രകാരമായിരിക്കുന്നുവോ അതേ തേജസ്സോടെ നാം അവന്റെ അടുക്കൽ ഇരിപ്പാനായിട്ട് ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനയായിരിക്കുന്ന സ്നാനമേറ്റ് കൂട്ടായ്മ ആചരിച്ച് മുൻപോട്ട് പോകുവാൻ ബലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ അത് കാരണമായി തീരും. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പായിരിക്കുന്ന തേജസ്കരണം, കർത്താവിനെ പോലെ ആ തേജസ്, സ്വർഗീയന്റെ പ്രതിമ നാം ധരിക്കുവാനിടയാകും. ഈ തേജസ്സിന്റെ കനം വ്യത്യാസമുണ്ട്. നക്ഷത്രങ്ങളുടെ തേജസ് വ്യത്യാസം പോലെ നാം പ്രാപിക്കുന്ന തേജസ്സിന് വ്യത്യാസമുണ്ട്. സൽപ്രവൃത്തി ചെയ്യുന്ന, ത്യാഗപരമായ നിലകളിൽ ജീവിക്കുന്ന, സുവിശേഷ പ്രവർത്തനങ്ങളിൽ ശക്തിയോടെ നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവർക്കൊക്കെ തേജസ്സിന്റെ കനം വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് നമ്മുടെ ബൾബുകളിൽ കൂടുതലുള്ള വാട്സ് ഉള്ള പോലെ നമ്മൾ അധികം തേജസ് ഉള്ളവരായി തീരുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സൽപ്രവർത്തികൾ ചെയ്യുവാൻ, സുവിശേഷ പ്രവർത്തനങ്ങളിൽ ശക്തരായി നിന്ന് ആ തേജസ്സിന്റെ മേൽ തേജസ്സിന്റെ കനം കൂട്ടുന്നവരായി തീരുവാൻ വലിയനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഈ സന്ദേശം കേട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം, വിടുതലും ഉണ്ടാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേട്ട ഓരോ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.